തന്നെ നമ്മുടെ വീട്ടിലേക്ക് സ്ഥിരം വരുന്ന വിരുന്നുകാർ അവരിതേ എത്തിയിട്ടുണ്ട് കേട്ടോ. അവർ അതിലേക്കൊന്ന് കൊത്തിപ്പറക്കി നടക്കണ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. അപ്പോൾ അതേ നമ്മൾ രാവിലെ തന്നെ ദേ ഒരു യാത്ര പോവുക എന്ന് പറയാൻ പറ്റില്ല. ഒരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്യുന്ന വീഡിയോ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ കോർട്ട്യാർഡ് സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. നമ്മൾക്ക് അപ്പോൾ ഒരു ബുദ്ധനെ മേടിക്കണമെന്ന് കുറച്ച് നാളായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയായിരുന്നു. കോർട്ട്യാർഡ് സെറ്റ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധൻ ഇല്ലെങ്കിൽ നമുക്കൊരു രസം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ ആഗ്രഹം പോലെ നമുക്ക് ബുദ്ധനെ കിട്ടിയത് കേട്ടോ. നമ്മൾ ബുദ്ധനെ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും ദൈവം നമ്മളുടെ ആഗ്രഹം സാധിച്ചു തന്നു. നമ്മൾക്ക് ആ കറക്റ്റ് സമയത്ത് ബുദ്ധനെ കിട്ടി. ഒന്നല്ല 2 ബുദ്ധനെ നമുക്ക് കിട്ടിയിട്ടാ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ മേടിച്ച് കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ വീടെത്തി. അവിടെ എത്തി നമ്മളുടെ ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ചെടികളൊക്കെ നമ്മൾ മുമ്പ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ ഒന്ന് വേറൊരു പോട്ടിലേക്ക് മാറ്റി സെറ്റ് ചെയ്യാണ് കേട്ടോ. എന്തായാലും ഈ വീഡിയോ കാണുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോ ഇതുപോലത്തെ ഒരെണ്ണം കാണണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയണത് കേട്ടോ. നമുക്കൊരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്യാൻ എങ്ങനെ സെറ്റ് ചെയ്യുമെന്ന് ഞാൻ ഒരുപാട് യൂട്യൂബിലും എല്ലാത്തിലും സെർച്ച് ചെയ്ത് നോക്കി. പക്ഷേ വളരെ കുറച്ച് ഇത് മാത്രമാണ് എനിക്ക് കാണാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ കാണണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ കോർട്ട്യാർഡൊക്കെ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ചെറിയ തോതിൽ നമ്മളെക്കൊണ്ട് ഒതുങ്ങാവുന്ന ഒരു രീതിയിൽ ചെറിയൊരു സെറ്റിങ് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമുക്ക് നമ്മൾ മേടിച്ച് വെച്ചിട്ടുള്ള ചെടികളൊക്കെ അതേ പകർത്തി നട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ കോർട്ട്യാർഡ് മാത്രമല്ല കേട്ടോ സെറ്റ് ചെയ്യണത്. നമ്മളുടെ പുറത്ത് ഒരു കുറച്ച് സ്ഥലത്തൊക്കെ ചെടികൾ വെക്കാനൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ വീടിൻ്റെ ഒരു മോഡൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇറയത്തിനോട് അപ്പുറത്തൊക്കെ ആയിട്ട് കുറച്ച് കള്ളികളൊക്കെ തരുമല്ലോ നമുക്ക് ചെടികളൊക്കെ നടാനായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിൻ്റെ പേരൊന്നും പറയാൻ അറിയില്ല കേട്ടോ. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് ചെടികൾ നടണം. നമ്മൾക്ക് ഇൻഡോറായിട്ട് വെക്കാനുള്ള ചെടിച്ചട്ടികളൊക്കെ നമ്മൾ മാറ്റി നല്ല ചെടിച്ചട്ടിയിലേക്കൊക്കെ പകർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ചെടിച്ചട്ടിയിൽ ഇത്തിരി കളർ പോരാൻ തോന്നി. വല്ലാണ്ട് അങ്ങ് നിരച്ചിരിക്കുക. അപ്പോൾ നമുക്ക് വീട് പണിയുടെ പെയിൻ്റൊക്കെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മളിത് ചെടിച്ചട്ടി ഒന്ന് പുതിയതാക്കി എടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് പകർത്തി നടാനുള്ള സമയമൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പണി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ ഒന്ന് കളർ അടിച്ചെടുത്തു. ഇനി നമുക്ക് കോർട്ട്യാർഡ് സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ച് ദിവസം മുമ്പേ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കല്ലും ചെടിച്ചട്ടി നിറച്ചതൊക്കെ നമ്മളിതേ ഉന്തുവണ്ടിയിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ. ഇനി നമുക്ക് കോർട്ട്യാർഡ് സെറ്റ് ചെയ്യാം.
നമ്മളുടെ കോർട്ട്യാർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന ചെടികളൊക്കെ ഞാൻ ഉദ്ദേശിച്ച കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് കളറാക്കി എടുക്കണം. എങ്ങനെയുണ്ട് കോർട്ട്യാർഡ് സെറ്റ് ചെയ്ത് നിങ്ങൾ വേണം കണ്ടിട്ട് അഭിപ്രായം പറയാനായിട്ട്. നന്നായിട്ടുണ്ടോ? എനിക്ക് എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ചെയ്തതാണ് കേട്ടോ. വലിയ ഭംഗിയുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ വേണം പറയാനായിട്ട്. അപ്പോൾ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന ബാക്കിയുള്ള ചെടികളും എല്ലാം നമ്മൾ മേടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അകത്ത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ മുറ്റത്തിൻ്റെ സൈഡൊക്കെ ഉണ്ടല്ലോ എറയത്തിൻ്റെ, അവിടെ ദേ ഈ ചെടിയാണ് കേട്ടോ നടാൻ പോണത്. ചെടിയുടെ പേര് എനിക്ക് വലിയ കാര്യമായിട്ട് ഓർമ്മയില്ല. എനിക്ക് ചെടികളൊക്കെ ഒരുപാട് ഇഷ്ടമാണെങ്കിലും ചെടികളുടെ പേര് വലിയ കാര്യമായിട്ട് അറിയില്ല കേട്ടോ. കണ്ണി കണ്ട ചെടികളെല്ലാം കാണുന്നത് നല്ല ഭംഗിയുള്ളതൊക്കെയാണോ അതൊക്കെ ഞാൻ മേടിച്ച് കൊണ്ടുവന്ന് വീട് നിറച്ച് നടുമെങ്കിലും ചെടികളുടെ പേര് വലിയ കാര്യമായിട്ട് എനിക്ക് അറിയില്ല. അപ്പോൾ അതേ നമ്മൾ ഈ സൈഡിലൊക്കെ അതേ ഈ ചെടിയാണ് കേട്ടോ വെച്ച് കൊടുക്കണത്. ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഴയുടെ മോഡൽ, ആ ചെടിയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ആ ചെടിയാണ് നമ്മളുടെ ഈ പ്ലാനിൽ അവർ കാണിച്ചു തന്നപ്പോൾ ഉള്ളത് കേട്ടോ. പക്ഷെ അത് നടണ്ട, അവൾക്ക് അത് ഇഷ്ടമല്ല, ഷൈമോൾക്ക് അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ കാരണം ഞാനിപ്പോൾ ഈ ചെടിയാക്കിയത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ മുഴുവൻ ഈ ചെടി വെച്ച് കൊടുക്കുകയാണ്. പിന്നെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ ചെത്തിയാണ് കേട്ടോ നടണത്. അവിടെ നമ്മൾ റെഡും പിങ്കും കളറാണ് ചെത്തി മേടിച്ചേക്കണത്. അത് കലർത്തി നട്ടു കൊടുക്കാനായിട്ടാണ്. അപ്പോൾ നമുക്ക് അത് നടാം. നമ്മളുടെ ചെടി നടലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ വൈകുന്നേരമായിട്ടാണ്. പിന്നെ നമുക്ക് നല്ല മഴയും ഇടിവെട്ടൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾക്ക് പുറത്തുള്ള ഭാഗത്തുള്ള വീഡിയോ ഒന്നും പിന്നെ എടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മളുടെ ഫൈനൽ ലുക്കിൽ നമ്മുടെ കോർട്ട്യാർഡ് എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കരുത് കേട്ടോ. ഈ കോർട്ട്യാർഡ് മാത്രമല്ല കേട്ടോ എനിക്കിഷ്ടപ്പെട്ടത്, ഈ വീടിൻ്റെ ഫുൾ വർക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടാണ് ഈ വീട് പണി കഴിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ ഫുൾ വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം കേട്ടോ. എനിക്ക് എന്തായാലും ഈ വീടിൻ്റെ പണി നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഓരോ ദിവസം കഴിയും തോറും നമ്മളുടെയൊക്കെ വീടിൻ്റെ മോഡലുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മളുടെ വീട് പണിതിട്ട് ഇപ്പോൾ 10 കൊല്ലമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ വീട് മോഡലൊക്കെ മാറി ഔട്ട് ഓഫ് ഫാഷനായി. ഞാൻ എന്തായാലും ഷൈമോളോട് പറഞ്ഞു കേട്ടോ, എനിക്ക് വീഡിയോ പിടിക്കുമ്പോൾ നല്ല കളർഫുള്ളായിട്ട് തോന്നാൻ പറ്റിയൊരു അന്തരീക്ഷമാണ് ഈ വീടിൻ്റെ. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്തായാലും കേട്ടോ. അപ്പോൾ നമ്മളുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ വേണം കണ്ടിട്ട് അഭിപ്രായം പറയാൻ. അങ്ങനെ ഞങ്ങളിതേ ഗാർഡൻ സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നല്ല മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ വേഗം തിരിച്ചു പോന്നു കേട്ടോ. ഒരു 8 മണിക്കായി അവിടെ നിന്ന് വരുമ്പോൾ. നമ്മൾ തിരിച്ച് വരും വഴിയുണ്ടല്ലോ അവിടെ പള്ളിപ്പെരുന്നാൾ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ പള്ളിപ്പെരുന്നാൾ കണ്ടു നിന്നു. കണ്ടു നിന്നതല്ല കേട്ടോ, നമ്മളവിടെ നിന്നത് പ്രദക്ഷിണം വരുമ്പോൾ നമ്മുടെ വണ്ടി ബ്ലോക്കായ കാരണം കുറച്ച് നേരം അവിടെ വണ്ടി നിർത്തിയിട്ടു. അപ്പം നമുക്ക് പള്ളിപ്പെരുന്നാൾ കാണാനും പറ്റി, നമുക്കതൊക്കെ ഒന്ന് കണ്ട് വീഡിയോ എടുക്കാനും പറ്റി. അതാണ് സംഭവം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.